ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്കൂളി ബൈ പച്ചവെള്ളം. അപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. യെസ്, അപ്പോൾ എനിക്കറിയാം എൻ്റെ മക്കളെല്ലാവരും ഇങ്ങനെ വെക്കേഷനൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ മക്കളെ ഇതാ പറഞ്ഞു സ്കൂള് തുറക്കാറായി അല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 7ാം ക്ലാസ് പോലെയാണോ 8ാം ക്ലാസ്? അല്ല, നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആവണം അല്ലേ? കുറച്ച് സീരിയസ് ആയാൽ മതി. മനസ്സിലായോ? കുറച്ച് സീരിയസ് ആവുക, കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഫിസിക്സിലെ തന്നെ ഒരു കൺസെപ്റ്റ്, അതായത് ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ടാണ്. അപ്പോൾ ഈ വർഷം നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായിട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്തായിട്ടും ഉണ്ടാവും. കാരണം ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോഴ്സ്? അവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. എന്താണ് ബാഹുബലി എന്താ ചെയ്യുന്നത്? യെസ്, ഒരു രഥത്തിനെ ഇങ്ങനെ ഉന്തുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ആ രഥം എന്ത് ചെയ്യുന്നുണ്ട്? രഥം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം, അതായത് എൻ്റെ എല്ലാ മക്കൾക്കും ഈ ഫോഴ്സ് എന്ന വാക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു 2 വേർഡ്സിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പുഷ് ആൻഡ് പുൾ അല്ലേ? ഈ 2 വേർഡ്സ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? റെസ്റ്റോറൻറ്റിൻ്റെ വാതിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ വാതിലോ അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ പുഷ് അഥവാ പുൾ? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നിച്ച് ഞാൻ റെസ്റ്റോറൻറ്റ് പോയാൽ ചിലപ്പോൾ പുഷ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ അവരെന്താ ചെയ്യുക? അവർ ആ വാതിൽ ഇങ്ങനെ വലിക്കാൻ നോക്കും. അപ്പോൾ ആ വാതിൽ തുറക്കോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഈ പുഷ്, അതേപോലെ പുൾ എന്താണ്. യെസ്, അപ്പോൾ മനസ്സിലാക്കുക. പുഷ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അതിനെ നമ്മൾ ഉന്തുവാണ്. ഓക്കെ, പുള്ള് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, നമ്മളൊരു വസ്തുവിനെ നമ്മുടെ അടുത്തേക്ക് വലിക്കുകയാണ്. ഓക്കെ, സോ പുഷും പുള്ളും മനസ്സിലായില്ലേ? അപ്പോൾ ഈ പുഷ് അഥവാ പുൾ, ഇതിനെയാണ് നമ്മൾ ശരിക്ക് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഒരു വസ്തുവിനെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഉന്തുകയാണ്. അതായത് എൻ്റെ അടുത്ത് നിന്ന് ദൂരത്തേക്ക് എന്ത് ചെയ്യാണ്? യെസ്, ഇങ്ങനെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉന്തുകയാണ്. അതിനെ നമ്മൾ പുഷ് എന്ന് പറയും. ഇനി അഥവാ ആ ഒരു വസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വലിക്കും അല്ലേ? അതിനെയാണ് നമ്മൾ പുള്ള് എന്ന് പറയാം. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ പുള്ള് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എന്താ പറയാ? നമ്മൾ ആ വസ്തുവിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നാണ് പറയാ. മനസ്സിലായില്ലേ? അതായത് എ ഫോഴ്സ് ഈസ് ആക്ച്വലി എ പുഷ് ഓർ പുൾ ദാറ്റ് ഈസ് അപ്ലൈഡ് ഓൺ എൻ ഓബ്ജെക്ട്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഫോഴ്സിന്റെ യൂണിറ്റ് ആണെന്ത്? ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞ യൂണിറ്റ് ഏത് സയന്റിസ്റ്റിന്റെ നെയിമിലാണ് വന്നത്? യെസ്, അതായത് ഐസക് ന്യൂട്ടൺ സാറിന്റെ പേരിലാണ് എന്ത് വന്നത്? യെസ്, ഫോഴ്സിന്റെ യൂണിറ്റ് വന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു യൂണിറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി പഠിക്കണം, കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. കാരണം സ്കൂളിൽ നിങ്ങൾക്കായിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? 6 to 10 ട്യൂഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ താഴെ തന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് 8 CBSE ബാച്ചിൻ്റെ പേര് സാരഥി എന്നാണ്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലൈവും അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആപ്പിൽ. യെസ്, അതേപോലെ തന്നെ എന്തുണ്ട്? എക്സാംസ്. ഓക്കെ, ചാപ്റ്റർ വൈസ് എക്സാംസും അവൈലബിൾ ആയിരിക്കും.
പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കാനായിട്ട് ഷോർട്ട് നോട്ട്സും അതേപോലെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. യെസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് എടുക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. യെസ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രീതിയിലും ആയിക്കോട്ടെ, ഓക്കെ, ക്ലാസ്സിൻ്റെ റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീവിൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതേപോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും കൂടി ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്സ് ഓഫ് ഫോഴ്സിലേക്ക് കടക്കാം. യെസ്, ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ആണ് ബേസിക്കലി ഫോഴ്സസിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഈസ് കോണ്ടാക്ട് ഫോഴ്സ്, ഓക്കെ, സെക്കൻഡ് വൺ ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. യെസ്, അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് കോണ്ടാക്ട് ഫോഴ്സ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഒരു പെൻ ഇതിനെ എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യെസ്, ഇതിനെ ടച്ച് ചെയ്യണം അല്ലെ, ഇതിനെ തൊടണം. ഇതിനെ തൊട്ടാൽ മാത്രമേ ഇതെന്ത് ചെയ്യൂ, ഇത് മൂവ് ചെയ്യൂ അല്ലേ? സോ അവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫിംഗർ ഉപയോഗിച്ച് ഞാൻ അവിടെ അതിനെ ടച്ച് ചെയ്തു. മീൻസ് ദർ ഇസ് എ കോണ്ടാക്ട്. എൻ്റെ ഫിംഗറും അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റും തമ്മിൽ എന്തുണ്ട്? ഒരു കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് ഉള്ളത് കൊണ്ടാണ് ഫോഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് പോയത്. മനസ്സിലായോ? ഓക്കെ, സോ സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് കോണ്ടാക്ട് ഫോഴ്സസ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനു മുന്നേ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു പോവാം. ഓക്കെ, സോ കോണ്ടാക്ട് ഫോഴ്സ് നിങ്ങൾ പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആട്ട എന്ത് ചെയ്യും? യെസ്, ആട്ട ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് എന്ത് ചെയ്യും? കുഴക്കും അല്ലേ, കുഴക്കുമല്ലോ. അപ്പോൾ ഈ കുഴക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുക? അതിനെ ഇങ്ങനെ അമർത്തുകയൊക്കെ ചെയ്യുമല്ലോ, ചെയ്യും. അപ്പോൾ ഈ അമർത്തുന്ന സമയത്ത് അതിന് ഷേപ്പ് മാറുമല്ലോ, ഷേപ്പ് മാറും. ഇനി അഥവാ നിങ്ങളെ കൈ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഷേപ്പ് ഓട്ടോമാറ്റിക്കലി മാറുമോ? മാറൂല അല്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു ബലം പ്രയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ഫിംഗേഴ്സ് വെച്ചിട്ട് ആ ഒരു ആട്ടയുമായിട്ട് എന്തുണ്ടായിരുന്നു? അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. യെസ്, സോ സച്ച് കൈൻഡ് ഓഫ് ഫോഴ്സസ് ആർ നോൺ ആസ് കോണ്ടാക്ട് ഫോഴ്സസ്. അപ്പോൾ എന്താണ് ഈ കോണ്ടാക്ട് ഫോഴ്സസ്? ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. ഓക്കെ, അതായത് ഇവിടെ എന്തുണ്ടാവണം? അതായത് ഒരു ഫോഴ്സ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ദ ഒബ്ജക്ട് ഷുഡ് ബി ഇൻ കോണ്ടാക്ട്. ക്ലിയർ അല്ലേ? ഇനി കോണ്ടാക്ട് ഫോഴ്സസിന്റെ കുറച്ച് ടൈപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മസ്കുലാർ ഫോഴ്സ്. യെസ്, വീട്ടിൽ ചിലപ്പോൾ കിണറുണ്ടാവും. കിണറിന് വെള്ളം എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, കയറിങ്ങനെ വലിക്കുമല്ലോ, വലിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് ഉപയോഗിക്കുകയാണ്? നിങ്ങളുടെ മസിൽസിന്റെ ഒരു ഫോഴ്സ് ആണ് നിങ്ങൾ എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ? സോ സച്ച് കൈൻഡ് ഓഫ് ഫോഴ്സസ് ആർ നോൺ ആസ് മസ്കുലാർ ഫോഴ്സ്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഗ് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോവാണ്, അല്ലെങ്കിൽ ബുക്ക് എടുത്തുകൊണ്ട് പോവാണ്, ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വരുന്ന എന്താണ്? മസ്കുലാർ ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മാൻ ആൻഡ് അതർ ലിവിങ് ക്രിയേച്ചേഴ്സ് യൂസ് മസ്കുലാർ ഫോഴ്സ് ടു ഡു വർക്ക്. എന്താണ് ഈ മസ്കുലാർ ഫോഴ്സ്? അതായത് ആനിമൽസ് ആയിക്കോട്ടെ, അതേപോലെ ഹ്യൂമൻസ് ആയിക്കോട്ടെ, ഓക്കെ, ദേ ഓൾ യൂസ് മസിൽസ്, ഓക്കെ, ടു എക്സേർട്ട് എ ഫോഴ്സ്. സോ ഈ മസിൽസ് ഉപയോഗിച്ച് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് എന്ത് പറയുന്നത്? നമ്മൾ മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് ഈ ഫ്രിക്ഷൻ? ചിലപ്പോൾ നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, 7ാം ക്ലാസ്സിൽ അല്ലേ? ഫ്രിക്ഷൻ എന്താണ് ഈ ഫ്രിക്ഷൻ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ പുഷ് ചെയ്യുവാണ്. ഇതാ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുവാണ്? ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യുകയാണ്. കാണുന്നില്ലേ? അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമോ? മൂവ് ചെയ്യോ? കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താവും? ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ ഇത് അവിടെ ഒരു മീൻസ് റെസ്റ്റ് പൊസിഷനിലേക്ക് വരും. ആണല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് റെസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണ്ടേ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സൈക്കിൾ ചവിട്ടുവാണ്. സൈക്കിൾ നിങ്ങളിപ്പോൾ കുറച്ച് നേരം ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും? സൈക്കിൾ അവിടെ നിൽക്കും അല്ലേ? ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ അവിടെ നിൽക്കും.
ശരിക്ക് അതെന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു വാട്ട്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. മനസ്സിലായോ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒബ്ജക്ട്സിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തും. മനസ്സിലായോ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുക? ഇതാ ഈ ഒരു ബോക്സും അതേപോലെ ഗ്രൗണ്ട് സർഫേസിൻ്റെയും ആ ഒരു കോണ്ടാക്റ്റിൽ. മനസ്സിലായോ? അത് രണ്ടിൻ്റെ കോണ്ടാക്റ്റിലാണ് എന്ത് വരിക? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഏത് ഡയറക്ഷനിലായിരിക്കും? അതായത് ഞാനിപ്പോൾ ഇതാ ലെഫ്റ്റിലേക്കാണ് ഈ ഒരു ബോക്സ് പുഷ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ തടസ്സപ്പെടുത്തും. അതിനെ തടസ്സപ്പെടുത്തണമെങ്കിൽ ഏത് ഡയറക്ഷനാണ്? യെസ്, ഇറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. ക്ലിയർ? When an object moves over another object, the force which opposes the relative motion of the objects is called as what? Frictional force. Clear അല്ലേ? Okay അല്ലേ? Yes. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, രണ്ടെണ്ണമാണ് അല്ലേ? മസ്കുലർ ഫോഴ്സും അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ? ആ ഒരു രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ എന്ത് വേണ്ട? കോണ്ടാക്ട് വേണ്ട, കോണ്ടാക്റ്റിന്റെ ആവശ്യമില്ല. Okay, such kind of forces are known as non-contact forces. The force applied on an object without contact on it is known as what? Non-contact force. For example, അതായത് യെസ്, നിങ്ങൾ വീട്ടിൽ മാവ് ഉണ്ട് നേരിക അല്ലേ? ഇപ്പോൾ മാങ്ങേൻ്റെ ഒക്കെ സീസൺ അല്ലേ? ആണ്. അപ്പോൾ ഈ മാങ്ങ താഴേക്ക് വീഴാണ്. ഓക്കെ, മാങ്ങ നേരെ എന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് വീഴാണ്. എന്തുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വീഴുന്നു? എന്തുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വീഴുന്നു? ബിക്കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കേട്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് താഴേക്ക് തന്നെ വരൂലേ? ഞാൻ നേരെ ആകാശത്തേക്ക് പോവോ? ഇല്ല. യെസ്, എന്തുകൊണ്ടാണ്? കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി എർത്ത്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി എർത്ത്, ഓക്കെ, ഓൾ ദി ഒബ്ജക്ട്സ് കം ഡൗൺവേർഡ്സ്. റൈറ്റ്? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആപ്പിളും അതേപോലെ ഈ ഗ്രൗണ്ടും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? നോക്കിയേ, ഈ ഒരു ആപ്പിൾ താഴേക്ക് ഇങ്ങനെ വീഴാണ്. അപ്പോൾ താഴേക്ക് വീഴുമ്പോൾ ഇവിടെ ഗ്രൗണ്ടുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടോ? ഇല്ല. ഫിസിക്കൽ ഇന്ററാക്ഷൻ ഇല്ല. മനസ്സിലായോ? കോണ്ടാക്റ്റ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. യെസ്, മനസ്സിലായല്ലോ? Objects in the universe have an attractive force between them which is known as gravitational force. Okay, അപ്പോൾ ഇത് 9ാം ക്ലാസ്സിൽ എന്താണ് ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. എന്താണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ, അല്ലെങ്കിൽ എല്ലാ പ്ലാനറ്റ്സും, ഓക്കെ, എവ്രി ഒബ്ജക്റ്റ്, എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. മനസ്സിലായോ? ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ എന്താ പറയുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഭൂമി എന്ത് ചെയ്യും? ഭൂമി എല്ലാ വസ്തുക്കളും അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും മാഗ്നറ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബാർ മാഗ്നറ്റ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാർ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ഒന്ന് നോർത്ത് പോൾ, പിന്നെ ഒന്ന് സൗത്ത് പോൾ. ഓക്കെ, ഇനി ഞാൻ 2 ബാർ മാഗ്നറ്റ്സ് അടുത്ത് കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത് കൊണ്ടുവരാണ്. അതായത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും മറ്റേതിൻ്റെ നോർത്ത് പോളുമാണ് ഞാൻ അടുത്ത് കൊണ്ടുവരുന്നത് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കേസിൽ ഇത് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലേ? രണ്ടും അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഈ 2 മാഗ്നറ്റിനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ രണ്ടും റിപ്പൽ ചെയ്യുന്നു, രണ്ടും അകന്നു പോകുന്ന പോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഫോഴ്സ്, ഓക്കെ, രണ്ടും എന്ത് ചെയ്യുന്നു? രണ്ടും അട്രാക്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഒരെണ്ണം സൗത്ത് പോളും മറ്റത് നോർത്ത് പോളും ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അഥവാ ഞാൻ 2 അടുത്ത് കൊണ്ടുവരുമ്പോൾ 2 റിപ്പൽ ചെയ്യാണ്, 2 അകന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും? ഒന്നിക്കിൽ നോർത്തും ആയിരിക്കും, അല്ലെങ്കിൽ സൗത്തും ആയിരിക്കും.
ക്ലിയർ അല്ലേ? അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എന്താണ് നോക്കിയേ, അതായത് എല്ലാ മാഗ്നറ്റ്സ്, ഓക്കെ, എല്ലാ മാഗ്നറ്റുകളും എന്തുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അട്രാക്റ്റ് ചെയ്യാനും അതേപോലെ റിപ്പൽ ചെയ്യാനും. ഓക്കെ, രണ്ട് മാഗ്നറ്റ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ? അവിടെ ഒന്നിക്കിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ്, മാഗ്നറ്റ്സ് എക്സേർട്ട് ചെയ്യുന്ന ഈ ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതും നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്നതാണ്, ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ പ്ലാസ്റ്റിക് സ്കെയിൽ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് സ്കെയിൽ എന്ത് ചെയ്യുക, കുറച്ച് നേരം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ തലമുടീൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഉരയ്ക്കുക. ഓക്കെ, തലയിൽ എണ്ണ തേച്ചുവിടാം. ഓക്കെ, അതായത് മുടി എന്തായിരിക്കണം, മുടി ഡ്രൈ ആയിരിക്കണം. മനസ്സിലായോ? എണ്ണ തേക്കരുത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് സ്കെയിൽ കുറച്ച് നേരം ഇങ്ങനെ 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 ഉരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക് സ്കെയിൽ ചെറിയ ചെറിയ പേപ്പറിൻ്റെ കഷ്ണത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ കഷ്ണം ഈ പ്ലാസ്റ്റിക് സ്കെയിലിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി പ്ലാസ്റ്റിക് സ്കെയിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ വീട്ടിലെ പ്ലാസ്റ്റിക് ഇതെടുക്കുക, ചീർപ്പെടുക്കുക. ഓക്കെ, ചീർപ്പെടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഹെയറിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ റബ്ബ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് നിങ്ങൾ ചെറിയ ചെറിയ പേപ്പറിൻ്റെ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം ഈ പേപ്പർ കഷ്ണം എന്ത് ചെയ്യുന്നു, ആ ഒരു ചീർപ്പിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് ഡ്യൂ ടു വാട്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മനസ്സിലായോ? ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. അതായത് ഞാനിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ ആ പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ അവിടെ ഈ ഒരു പേപ്പർ കഷ്ണവും അതേപോലെ പ്ലാസ്റ്റിക് സ്കെയിലും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോ? കോണ്ടാക്റ്റ് ഇല്ല അല്ലേ? കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പേപ്പർ കഷ്ണം ഇങ്ങനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദാറ്റ്സ് വൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇന്ന് ഞാൻ എടുത്തത്, അതായത് എന്താണ് ഫോഴ്സ്, ബേസിക് ആയിട്ട് എന്താണ് ഫോഴ്സ്, അതേപോലെ ടൈപ്സ് ഓഫ് ഫോഴ്സ്, ബേസിക്കലി രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഇത് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായി ഈ ഒരു വർഷം പഠിക്കാം. ഓക്കെ, സോ ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.